ഡാ നാളെ ക്രിസ്മസ് എക്സാമിനേഷൻ അല്ലേ? എന്നാൽ റേ ഓപ്റ്റിക്സ് ഒരു അടിപൊളി ക്വസ്റ്റ്യൻ ആയാലോ? മോളി ക്വസ്റ്റ്യൻ കിടപ്പുണ്ട്, വായിച്ച് നോക്കുക. നമ്മളൊരു ലെൻസിനെ എടുത്തിട്ട് ഒരു മീഡിയത്തിൽ മുക്കി വെച്ചിരിക്കുകയാണ്. ആ മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും ലെൻസിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും തന്നിട്ടുണ്ട്. ലെൻസിന് എന്ത് സംഭവിക്കുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു ഷോർട്ട് കട്ട് അങ്ങോട്ട് പറഞ്ഞുതരാം, ഇന്നാ പിടിച്ചോളൂ. അതായത് നമ്മുടെ ലെൻസിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനേക്കാൾ കുറവാണ് മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എങ്കിൽ മക്കളെ ഒരു ചേഞ്ചും ഉണ്ടാകത്തില്ല. കോൺവെക്സ് ലെൻസ് ആണെങ്കിൽ കോൺവെക്സ് തന്നെ ആയിരിക്കും. ഓക്കെ അല്ലേ? ഇനി ട്വിസ്റ്റ് സംഭവിക്കാൻ പോകുന്നത് എപ്പോഴാണെന്ന് അറിയാവടാ? നമ്മുടെ ലെൻസിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനേക്കാൾ കൂടുതലാണ് മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എങ്കിൽ ട്വിസ്റ്റ് സംഭവിക്കാൻ പോകുന്നു. എന്താണ് സംഭവിക്കുന്നത്? ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ലെൻസ് ഈസ് ലെസ് ദാൻ മീഡിയം ആണെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മുടെ ലെൻസ് ചെറുതായിട്ടൊന്ന് ട്വിസ്റ്റ് ചെയ്യും. അതായത് നമ്മുടെ കൺവേർജിങ് ലെൻസ് ആണെങ്കിൽ അത് ഡൈവേർജിങ് ആവും, ഡൈവേർജിങ് ലെൻസ് ആണെങ്കിൽ അത് കൺവേർജിങ് ആവും. അതായത് കോൺവെക്സ് ആണെങ്കിൽ കോൺകേവ് ആകും, കോൺകേവ് ആണെങ്കിൽ എന്തായിട്ട് മാറും? കോൺവെക്സ് ആയിട്ട് മാറും. അപ്പോൾ ക്വസ്റ്റിനകത്ത് നിങ്ങൾ നോക്കുക, എന്താണ് ക്വസ്റ്റിന് പറഞ്ഞിരിക്കുന്നത്? ഈ ക്വസ്റ്റിനകത്ത് പറഞ്ഞിരിക്കുന്നു നമ്മുടെ മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതലും ലെൻസിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്താണ്? കുറവാണ് എങ്കിൽ ഇപ്പോൾ നമ്മുടെ കയ്യിരിക്കുന്ന കോൺവെക്സ് ലെൻസ് എന്തായിട്ട് ആക്ട് ചെയ്യും? കോൺകേവ് ലെൻസായിട്ട് എന്ത് ചെയ്യുന്നു? ആക്ട് ചെയ്യുന്നു. ഇതേ ക്വസ്റ്റ്യൻ നമ്മൾ ഇങ്ങനെ ചോദിക്കുകയാണ്, നമ്മൾ ലെൻസിനെ എടുത്ത് വെള്ളത്തിൽ മുക്കി വെച്ച് കഴിഞ്ഞാൽ ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് എന്ത് സംഭവിക്കും? ലെൻസിനെ നമ്മൾ വെള്ളത്തിൽ മുക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ആ മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുന്നു. മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടിക്കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? എഫക്റ്റീവ് ഫോക്കൽ ലെങ്ത് ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള അടിപൊളി ക്വസ്റ്റ്യനായിട്ട് നമ്മൾ ഇനിയും വരുന്നുണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ സൂപ്പർ 6ൽ എല്ലാവരും ഉണ്ടായിരിക്കുക. നമുക്ക് തകർത്ത് പഠിക്കാനുള്ള